ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരു 30-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ജോയിൻസിന് വേദന. ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ് എല്ലുകൾക്ക് എന്തോ ഒരു ഉറപ്പില്ല, തേയ്മാനം തുടങ്ങുകയാണ് എന്ന് പറയുന്നു. 35 വയസ്സായിട്ടുള്ളൂ, എനിക്കിപ്പോഴേ തേയ്മാനം വന്നാൽ എങ്ങനെയാണ്? എൻ്റെ 55 വയസ്സുള്ള അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എനിക്കെന്താ ഈ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുന്നുണ്ട്. പലപ്പോഴും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാലൊന്ന് തിരിയുകയോ മടങ്ങുകയോ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഹെയർ ലൈൻ ഫ്രാക്ചർ, എല്ലിതാ പൊട്ടിപ്പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് എല്ലുകൾ ചെറിയ പീസുകൾ പോലെയാണ് നുറുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലുകൾക്ക് ഇത്രയും ഉറപ്പില്ലാതാകുന്നത്? നമ്മുടെ എല്ലുകളുടെ കട്ടി കുറഞ്ഞു പോകുന്ന സാഹചര്യം എന്താണ്? പറഞ്ഞുതരാം. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എല്ലുകൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലുകൾക്ക് വേണ്ട ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്ന് പ്രോട്ടീനാണ്, രണ്ടാമത്തത് കാൽഷ്യമാണ്, മൂന്നാമത്തെ ചില മിനറൽസ് ഉണ്ട്, പ്രത്യേകിച്ച് മെഗ്നീഷ്യം, വൈറ്റമിൻ K2, വൈറ്റമിൻ D എന്നിവയെല്ലാം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലുകൾക്ക് നോർമലി ആ ഒരു കട്ടിയും ആ ഒരു നോർമൽ ആരോഗ്യവും നിലനിൽക്കത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച്, നിങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് നിങ്ങളുടെ എല്ലുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഉറപ്പ്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ നന്നായിട്ട് ദേഹം ഇളകി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, എല്ല് മുറിയെ പണി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലുകൾക്ക് നല്ല ഉറപ്പുണ്ടാവും. എന്നാൽ നിങ്ങൾ വലിയ ജോലിയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല, ചെറുപ്പത്തിലേ നിങ്ങൾ വലുതായിട്ട് വ്യായാമം ചെയ്തിട്ടല്ല വളർന്നു വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് താരതമ്യേന ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ ഒരു ചെറുപ്പക്കാർക്ക്, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണും അതേപോലെ പുരുഷന്മാർക്കാണെങ്കിലും ടെസ്റ്റോസ്റ്റെറോണുമാണ് നമ്മുടെ എല്ലുകളെ പ്രധാനമായിട്ട് സംരക്ഷിക്കുന്നത്. ഈ ഹോർമോണുകളുടെ അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങുന്ന സമയം, പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് മുകളിലേക്കാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനകത്ത് എല്ലുകളുടെ ആരോഗ്യവും കുറയാനുള്ള കാരണമാകുന്നു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു 35 വയസ്സ് കഴിയുന്ന സമയം മുതലേ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു തുടങ്ങുന്നത്. ഇതുകൂടാതെ എല്ലുകളുടെ കട്ടി കുറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും വ്യായാമമില്ലാത്ത ജീവിത രീതിയാണ്. നിങ്ങൾ വ്യായാമം ചെയ്യുന്നു, നമ്മുടെ എല്ലുകളും മസിലുകളും എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനറിയാം നിങ്ങളുടെ ശരീരം റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലുകൾക്ക് ഉറപ്പ് ആവശ്യമാണ്. നിങ്ങളുടെ തലച്ചോറ് എന്ത് ചെയ്യും? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കൂടുതൽ കാൽഷ്യവും കൂടുതൽ പ്രോട്ടീനും കൂടുതൽ വൈറ്റമിൻസും എല്ലാം വലിച്ചെടുത്ത് നമ്മുടെ എല്ലുകളിലേക്ക് എത്തിച്ചിട്ട് എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിച്ച് നിർത്തുന്നു. വ്യായാമം ഇല്ലെങ്കിലോ നമ്മുടെ എല്ലുകൾ ശോഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീയും പുരുഷനും എല്ലാം നിർബന്ധമായിട്ടും വ്യായാമം ചെയ്തിരിക്കണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന വ്യത്യാസമാണ്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻ D, വൈറ്റമിൻ K ഒന്നും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു പോകും. എല്ലുകൾക്ക് ആവശ്യത്തിന് കട്ടിയായല്ലോ, ഇനി എങ്ങനെയാണ് ആരോഗ്യം കുറയുന്നത് എന്ന് ചിന്തിക്കുന്ന, പഴയ വ്യായാമം ചെയ്ത, എൻ്റെ ഉപ്പാപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു, ഞാൻ പണ്ട് വ്യായാമം ചെയ്തിരുന്നു എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഇവരുടെയും അവസ്ഥ മോശമാവും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ല എങ്കിൽ നിങ്ങളുടെ രക്തത്തിലുള്ള വോളിയം, ബ്ലഡ് വോളിയം, ആൽബുമിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ശരീരം എന്ത് ചെയ്യും? നമ്മുടെ എല്ലുകൾക്കകത്ത് നിന്നും ആൽബുമിനെ, അതായത് പ്രോട്ടീനിനെ തിരിച്ച് വലിച്ച് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുവന്ന് നിലനിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളൊരു കോൺക്രീറ്റ് കുഴയ്ക്കുന്ന സമയത്ത് കോൺക്രീറ്റിനകത്തുള്ള സിമൻ്റാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലിൽ നിന്നും ഈ പ്രോട്ടീനിങ് വലിച്ചെടുക്കുമ്പോൾ എല്ലിൻ്റെ ആരോഗ്യം കുറയുന്നു, എല്ല് ക്രമേണ പൊടിഞ്ഞു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേ സാഹചര്യം തന്നെ കാൽഷ്യത്തിൻ്റെ സാഹചര്യത്തിലും വരാം. നിങ്ങൾ പലരും ആവശ്യത്തിന് കാൽഷ്യം കഴിച്ചിരുന്നാലും കാൽഷ്യം കഴിച്ചില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മസിൽസിനെയോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ പോലും ബാധിക്കും. ഈ പ്രശ്നം വരാതിരിക്കുന്നതിന് വേണ്ടി ശരീരം എന്ത് ചെയ്യും? നമ്മുടെ എല്ലുകൾക്കകത്ത് നിന്നും കാൽഷ്യം വലിച്ചെടുത്ത് രക്തത്തിൽ അത് കുറയാതെ നിലനിർത്തും. അതുകൊണ്ട് രക്തം പരിശോധിക്കുന്ന സമയത്ത് കാൽഷ്യം നോർമലായിട്ട് കാണിക്കും. ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യമാണ് കുറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾക്ക് ശരീരം വേദനയും ശരീരം ബുദ്ധിമുട്ടും ഉണ്ടെന്ന് കരുതിയിട്ട് പല ഡോക്ടർമാരെ പോയി കാണുമ്പോൾ ഡോക്ടർമാരെ കാൽഷ്യം സപ്ലിമെൻ്റ് എഴുതും. ഈ കാൽഷ്യം സപ്ലിമെൻ്റൊക്കെ കഴിച്ചിരുന്നാലും ഇത് ഡയറക്റ്റായിട്ട് എല്ലിലേക്ക് എത്തുമോ? ഇല്ല. അവിടെ വൈറ്റമിൻ Dയും വൈറ്റമിൻ Kയും വേണം. വൈറ്റമിൻ Dയെക്കുറിച്ച് ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, എന്നാൽ വൈറ്റമിൻ Kയെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ വൈറ്റമിൻ K കുറഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം വൈറ്റമിൻ K ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത്, ഓർഗൻ മീറ്റിനകത്ത്, അതായത് ആട്ടിൻ്റെയും കോഴിയുടെയൊക്കെ കരളിനകത്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. തൈരിനകത്തും യോഗട്ടിനകത്തും കുറച്ചുണ്ട് കേട്ടോ. സോ ഇനിയൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആവശ്യത്തിന് വൈറ്റമിൻ K ഇല്ല എന്നുണ്ടെങ്കിൽ രക്തത്തിൽ കാൽഷ്യം വന്നിട്ട് ഇത് എല്ലിലേക്ക് പോകാതെ രക്തത്തിൽ തന്നെ നിൽക്കും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ രക്തക്കുഴലിൻ്റെ കട്ടിയും വർദ്ധിക്കും, രക്തക്കുഴലിനകത്ത് ബ്ലോക്കും ഡെവലപ്പ് ചെയ്യും. അതായത് കാൽഷ്യം കഴിച്ചിട്ട് വൈറ്റമിൻ K ഇല്ലെങ്കിലും വൈറ്റമിൻ D ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരെ വരുന്ന ഒരു സാഹചര്യം ഈ കാൽഷ്യം ഉണ്ടാക്കുമെന്ന് അർത്ഥം. ഇത്തരം
ഇത്തരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം തന്നെയാണ് കുറയ്ക്കുന്നത്. ഇതല്ലാതെ നിങ്ങളെ ബാധിക്കപ്പെടുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് സിലിയാക് ഡിസീസ്, അലർജി രോഗങ്ങളുണ്ടെങ്കിലോ, കുടലിനെ ബാധിക്കുന്ന IBS രോഗങ്ങളുണ്ടെങ്കിലോ, ഹൈപ്പർ തൈറോയിഡിസം, നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ഈ ജോയിൻസിൻ്റെ, പ്രത്യേകിച്ച് എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു പോകും. പ്രമേഹ രോഗികളിൽ എല്ലുകൾ വളരെ പെട്ടെന്ന് അവർക്ക് എല്ലുകളുടെ കട്ടി കുറഞ്ഞു വരുന്ന, തേയ്മാനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വരാം. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മുടെ സന്ധികളെ ബാധിക്കുന്ന സന്ധിവാദം, ആമവാദം എന്ന് വിളിക്കുന്ന റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം ശോഷിച്ച് വന്നു എന്ന് വരാം. ഇനി നിങ്ങൾ കഴിക്കുന്ന ചിലയിനം മരുന്നുകൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നു, എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ ക്യാൻസറിന് കീമോതെറാപ്പി ചികിത്സ ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഇതും എല്ലുകളുടെ ആരോഗ്യം ശോഷിച്ചു എന്ന് വരാം. ഇങ്ങനെ പലവിധ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം മോശമാവും. ഇനി നിങ്ങളുടെ ജീവിത രീതി ശരിയല്ലെങ്കിലും നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം മോശമാവും. ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പുകവലി ശീലമാണ്. പുകവലി ഡയറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലുകൾ തേയ്മാനം വരുന്നതിനും എല്ലുകളുടെ കട്ടി കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. 2 മദ്യപാനമാണ്. വല്ലപ്പോഴുമുള്ള മദ്യപാനമല്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും 2 പെഗ്ഗെങ്കിലും കഴിക്കുന്ന സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ, 2 ലാർജ് അല്ല, 2 പെഗ് കഴിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിലും നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു വന്നു എന്ന് വരാം. എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു പോയിട്ട് അയ്യോ ഇനി മുതൽ നാളെ മുതൽ ഞാനങ്ങ് ശരിയായിക്കോളാമേ, എൻ്റെ എല്ലുകൾക്ക് ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാമേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു 35 വയസ്സ് മുതൽ തന്നെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം. സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം. റെസിസ്റ്റൻ്റ് എക്സസൈസുകൾ, അതായത് നമ്മൾ അത്യാവശ്യം വെയിറ്റൊക്കെ എടുത്ത് ചെയ്യുന്ന വ്യായാമം. ഇനി അല്ല, നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അത്യാവശ്യം നന്നായിട്ട് ശാരീരിക അധ്വാനം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലുകൾക്ക് ഉറപ്പുണ്ടാവും. എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി കാൽഷ്യം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങൾ, മുട്ട, മീൻ, ഇറച്ചി പോലുള്ളവ, പയറ്, കടല, പരിപ്പ് പോലുള്ളവ കഴിച്ചിരിക്കണം. വൈറ്റമിൻ D ശരീരത്തിൽ കുറവാണോ എന്ന് നോക്കിയിരിക്കണം. വൈറ്റമിൻ K ശരീരത്തിൽ നോർമൽ അല്ല, അല്ലെങ്കിൽ നോർമൽ ആകാത്ത സാഹചര്യം, നിങ്ങൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ പോലുള്ളവ കഴിച്ചിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ Kയുടെ സപ്ലിമെൻറ്റ് കൂടെ ഈ വൈറ്റമിൻ Dയോടൊപ്പം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. ഈ രീതിക്ക് നിങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം മോശമായി പോകും. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇടയ്ക്കിടയ്ക്ക് കൈകാലുകൾ ജോയിൻറ്റ് പെയിൻ വരികയോ എല്ലുകൾക്ക് തേയ്മാനം വരികയോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലെ എല്ലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത്തരം പൊല്ലാപ്പുകൾക്ക് പോകാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ എല്ലുകളാണ്. ഇത് എല്ലാ മലയാളികൾക്കും വേണ്ടി ഷെയർ ചെയ്യും. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണിത്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.